ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. കർത്താവ് എത്ര നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിയുവനെന്ന് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ പലവിധ അത്ഭുതങ്ങളും ദൈവാനുഭവങ്ങളുമൊക്കെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ താഴെ ക്രിസ്ത്യാനികളുടേതുപോലുള്ള പേരുകളുള്ളവർ പോലും എത്ര നിശിതമായിട്ടാണ് അതിനെയൊക്കെ വിമർശിച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ഒരിക്കൽ ഒരു ദൈവസഭാ സമ്മേളനത്തിനിടയ്ക്ക് ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു മഹാപണ്ഡിതൻ്റെ അരികിലേക്ക് സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ദൈവം ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും? ആ മനുഷ്യന് ഉത്തരം മുട്ടിപ്പോയി. പക്ഷേ സദസ്സിലിരുന്ന ഒരു സാധാരണക്കാരൻ അനുവാദം ചോദിച്ച് സ്റ്റേജിലേക്ക് കടന്നു വന്നു. അയാളുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പതുക്കെ അത് കടിച്ച് നല്ലതുപോലെ ചവച്ചരച്ച് കഴിച്ചുകൊണ്ടാണ് സ്റ്റേജിലേക്ക് വന്നത്. സാധാരണ പോലെ വസ്ത്രം ധരിച്ച കോട്ടും സോട്ടുമൊന്നും ഇല്ലാത്ത ഈ മനുഷ്യനെ കണ്ടപ്പോൾ ദൈവശാസ്ത്ര പണ്ഡിതനും ശാസ്ത്രജ്ഞനും ഒരുപോലെ ഞെട്ടി. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ദൈവശാസ്ത്രജ്ഞനായ അങ്ങേക്ക് ശാസ്ത്രജ്ഞൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ പറ്റാതെ വിമ്മിഷ്ടപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ? ദൈവശാസ്ത്രൻ പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ ആ ആപ്പിൾ വീണ്ടും രുചിയോടെ ഭക്ഷിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഈ ശാസ്ത്രജ്ഞനോട് ചോദിച്ചു, ഈ ആപ്പിളിൻ്റെ രുചി എന്താണെന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ആപ്പിളിനെല്ലാം ഒരേ രുചിയല്ലേ, അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാ ആപ്പിളിനുള്ള രുചി ഇതിനുമുണ്ടാകും. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഓരോ ആപ്പിളിനും അതിൻ്റേതായ വ്യത്യാസങ്ങൾ കാണും. ഞാൻ ഈ കഴിക്കുന്ന ആപ്പിള് താങ്കളുടെ വായിലിട്ട് ചവച്ചരച്ച് ഞാൻ എൻജോയ് ചെയ്യുന്നത് പോലെ തന്നെ എൻജോയ് ചെയ്യുമ്പോഴാണ് ഞാൻ അനുഭവിക്കുന്ന രുചി അങ്ങേക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. താങ്കൾ അനുഭവിച്ചാൽ, തൊട്ടറിഞ്ഞാൽ താങ്കളുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ആ ഒരു മനോഹാരിതയാണ് ദൈവം. ഇത് കേട്ടതും സദസ്സിലുള്ളവരെല്ലാവരും കൈയടിച്ചു. ദൈവശാസ്ത്രജ്ഞനും കൈയടിച്ചു. ജീവിതത്തിലുണ്ടാകുന്ന പല ദൈവാനുഭവങ്ങളും ഇതുപോലെയാണ്. മറ്റൊരാളോട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരും തമ്പുരാൻ എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയാം. നമുക്കറിയാത്തതെല്ലാം തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമുക്കും അനുഭവിക്കുവാനുള്ള, അവിടുത്തെ അറിയാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നല്ല ഈശോ തമ്പുരാനെ, അങ്ങയുടെ തിരുസന്നിധാനത്തിനരികെ അങ്ങൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഞാൻ ഓർത്തു വയ്ക്കുന്നു. ഒരിക്കൽ പോലും നടു റോഡിൽ അല്ലെങ്കിൽ വഴിയറിയാതെ നിൽക്കുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയാത്ത ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നും എപ്പോഴും അങ്ങ് നയിക്കുന്നത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നീതിമാൻ ഭിക്ഷയാചിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് വചനം പറയുന്നത് പോലെ തന്നെ എൻ്റെ സാമ്പത്തിക പരാധീനതകളിലെല്ലാം നീ മനുഷ്യനായി അവതരിച്ചു. ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ നീ സ്നേഹമായി അവതരിച്ചു. ഞാൻ ജോലിയില്ലാതിരുന്നപ്പോൾ നീ എൻ്റെ ജോലിയായിട്ട് അവതരിച്ചു. എൻ്റെ ഈശോയെ, നിന്നെ ഞാൻ അറിയുന്നത് എൻ്റെ ജീവനായിട്ടാണ്, എൻ്റെ ജീവിതമായിട്ടാണ്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒളിച്ചു സൂക്ഷിക്കുന്ന എൻ്റെ മുത്തായിട്ടാണ്. എൻ്റെ തമ്പുരാനെ, അങ്ങയുടെ കൃപാ കടാക്ഷമാണ് എൻ്റെ ജീവനും ജീവിതമെന്ന് ഞാൻ അറിയുന്നു. നല്ല നാഥ, ചിപ്പിക്കുള്ളിൽ ഒളിച്ചു വച്ചിരിക്കുന്ന മുത്തുപോലെ എൻ്റെ ജീവൻ്റെ ജീവനായ അങ്ങയെ ഞാൻ, ഈ മനുഷ്യ അവതാരത്തെ ഞാനിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. തമ്പുരാനെ,
അങ്ങയുടെ തിരുസന്നിധാനത്തിനരികിൽ എന്നെപ്പോലെ ദൈവസ്നേഹം അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ കാരുണ്യം ഇനിയും എത്തിച്ചേരാത്ത മനുഷ്യരിലേക്ക് പടിപടിയായി ഇറങ്ങി അങ്ങയുടെ സ്നേഹം അവർക്ക് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.